എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഡിയംസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ട് പഠിച്ചു കഴിഞ്ഞു. കാണാത്തവർ ആ ക്ലാസ് കൂടി കാണാൻ ശ്രമിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ വീണ്ടും ഒരു 10 ഇഡിയംസ് ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഇഡിയംസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഡിയംസിലെ കീവേഡ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഓർമ്മ വരാനായിട്ടുള്ള ക്ലൂ ഒളിഞ്ഞു കിടക്കുന്നത് ആ കീവേഡ്സിലാണ്. അത് പ്രത്യേകം ഓർമ്മിച്ച് പഠിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. വിത്ത് ഫ്ലൈയിങ് കളേഴ്സിൻ്റെ മീനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഫ്ലൈ ഹൈ, ഡൂയിങ് എക്സെപ്ഷണലി വെൽ, കളർഫുൾ, വർക്ക് വെരി ഹാർഡ്. വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റും. വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയശ്രീ ലാളിതനായി വരിക എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഡൂയിങ് എക്സെപ്ഷണലി വെൽ. വളരെ മികച്ച വിജയം കൈവരിക്കുന്നതിനെയാണ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറയുന്നത്. ഡൂയിങ് എക്സെപ്ഷണലി വെൽ. നമ്മുടെ PSC പരീക്ഷയ്ക്ക് ഒരു 10-നകത്ത് റാങ്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളേഴ്സും കൊണ്ട് പറക്കാം എന്നാലോചിച്ചാൽ മതി. വളരെ മെച്ചപ്പെട്ട വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റായി കിട്ടാൻ പോകുന്നത് നല്ല കളേഴ്സും പറക്കാനുള്ള അവസരവുമാണ്. പറക്കുക മീൻസ് നല്ല ജോലി കിട്ടി നല്ല പൈസയൊക്കെ കിട്ടി കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് ഫ്ലൈ ചെയ്ത് പോകാം മീൻസ് ഫ്ലൈറ്റിൽ പോകാം. അത്രമാത്രം ആലോചിച്ചാൽ മതി. ഡൂയിങ് എക്സെപ്ഷണലി വെൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പാകത്തിനുള്ള വരുമാനം കിട്ടുന്ന ഒരു ജോലി കിട്ടും. അടുത്തത് ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിലല്ലേ പോയത്, പക്ഷേ ഇനി പോകാൻ പോകുന്നത് ബൈക്കിലായിരിക്കും. ബൈക്കിൻ്റെ ഹാൻഡിലില്ലേ, ബൈക്കിൻ്റെ ഹാൻഡിലിൽ നിന്ന് പിടിവിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിയന്ത്രണം വിട്ട്, അത് നല്ല രീതിയിൽ ഓടിക്കാൻ അറിയാവുന്നവർ പിടിവിട്ടൊക്കെ ഓടിക്കും. പക്ഷേ സാധാരണക്കാർ പിടിവിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ബൈക്കിൻ്റെ നിയന്ത്രണം കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോവും. ഈ നിയന്ത്രണം പോയ ബൈക്ക് എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും. നിയന്ത്രണം വിട്ട പോലെയാണ് ചില മനുഷ്യരുടെ സ്വഭാവം. പെട്ടെന്ന് ദേഷ്യം വരും. പെട്ടെന്ന് നിയന്ത്രണം തെറ്റി ആൾക്കാരോട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമുള്ളവരെയും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ മീൻസ് ടു ലൂസ് വൺസ് ടെമ്പർ. ടെമ്പർ മീൻസ് ദേഷ്യം. അടുത്തത് വളരെ എളുപ്പമുള്ള ഒരു ഇഡിയമാണ് ടു ബെൽ ദ ക്യാറ്റ്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കഥ വായിച്ചിട്ടില്ലേ, പൂച്ചയ്ക്കാര് മണി കെട്ടും എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പൂച്ചയ്ക്കാര് മണി കെട്ടും എന്നുള്ളത് തന്നെയാണ് ശരിക്കും ഈ ഒരു ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫേസിങ് ദ എനിമി, ടു ഫേസ് ദ റിസ്ക്, മേക്ക് ഫ്രണ്ട്ഷിപ്പ്, കോൺഫ്ലിക്റ്റ്, ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ പൂച്ചയ്ക്ക് മണി കെട്ടുക. പൂച്ച കടിക്കാൻ വരുന്ന പൂച്ചയാണെങ്കിൽ അതിന് പോയി മണി കെട്ടണ്ടേ? എന്തായാലും അവിടെ റിസ്ക് ഉണ്ട് എന്നറിയാം, പക്ഷേ അത് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് എക്സാം എന്തായാലും എഴുതണം. എക്സാം എഴുതുമ്പോൾ നെഗറ്റീവ് മാർക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ആ റിസ്കിനെ നമ്മൾ ധൈര്യപൂർവ്വം നേരിടണം. എങ്ങനെ നേരിടും? നന്നായി പഠിക്കുക, അത്രയേ ഉള്ളൂ. അപകടത്തെ ധൈര്യപൂർവ്വം നേരിടുക. നമ്മുടെ പൂച്ചയാകുന്ന PSCയെ മണി കെട്ടുക മീൻസ് നമ്മുടെ നല്ല രീതിയിൽ പഠിച്ച് അതിനെ മെരുക്കിയെടുത്ത് 100-നകത്ത് റാങ്കിലേക്ക് വരിക. ടു ഫേസ് ദ റിസ്ക് എന്നതാണ് ടു ബെൽ ദ ക്യാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഫ്രീക്വൻ്റ്ലി, വെരി റെയർലി, സംതിങ് ഇൻട്രസ്റ്റിംഗ്, വെരി കോമൺ. പ്രത്യേക കോളേജിൽ പഠിക്കുമ്പോൾ, ഇപ്പോഴത്തെ കോളേജിലല്ല അറ്റൻഡൻസ് സ്ട്രിക്റ്റ് ആണ്. പക്ഷേ പണ്ടൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അറ്റൻഡൻസ് സ്ട്രിക്റ്റ് അല്ലാത്ത കോളേജുകളുണ്ടാവും. അങ്ങനെയാവുമ്പോൾ കോളേജിൽ പോകുന്നു എന്ന് പോലെ ഇറങ്ങും, പക്ഷേ പോകുന്നത് സിനിമയ്ക്കോ എവിടെയെങ്കിലും സമരത്തിനോ അങ്ങനെയൊക്കെ ആയിരിക്കും കുട്ടികളെല്ലാം പോകുന്നത്. അങ്ങനെയാവുമ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ ക്ലാസ്സിൽ വന്ന് കയറുമ്പോൾ സ്ഥിരമായിട്ട് കുട്ടികളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വല്ലപ്പോഴും ഒരിക്കൽ, വളരെ റെയറായി മാത്രം കാണുന്ന ഒരു അപൂർവ ഇനം വസ്തുവാണ് നീ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട്, വെരി റെയർലി മാത്രം, വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇഡിയംസിൻ്റെ ക്ലാസ് 1-ൽ പഠിച്ചില്ലേ, ബോൾ ഫ്രം ബ്ലൂ. എന്തായിരുന്നു മീനിങ്? ബോൾട്ടും ബ്ലൂവും ഓർമ്മിക്കുമ്പോൾ ആ പെട്ടി വേണം ഓർമ്മിക്കാനായിട്ട്. കംപ്ലീറ്റ് സർപ്രൈസ്. ഇത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കണ്ടതിന് ശേഷം ഇത് കാണുക. അടുത്ത് ബ്ലൂ വരുന്ന ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നില്ലേ, ബ്ലൂ ബ്ലഡ്. ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോയൽ ഫാമിലി അല്ലെങ്കിൽ ഹൈ ക്ലാസ് സൊസൈറ്റിയിൽ ഉൾപ്പെടുന്ന ആൾക്കാരെ വിളിക്കുന്നതാണ് ബ്ലൂ ബ്ലഡ്. അടുത്തത് ത്രോ ഇൻ ദ ടവൽ. ത്രോ ഇൻ ദ ടവലിൻ്റെ ഓപ്ഷൻസ് മേക്ക് ഓൾ പോസിബിൾ എഫേർട്ട്, യൂസിങ് എനി മീൻസ്, ആക്സെപ്റ്റ് ഡിഫീറ്റ്, ഇഗ്നോർ അതേഴ്സ്.
ത്രൂ ഇൻ ദ ടവൽ എന്ന് പറയുമ്പോൾ ഈ ടവലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്. നമുക്ക് ഓർമ്മ വരുത്താനായിട്ട് ഉപയോഗിക്കാനുള്ളത് ഈ ടവലാണ്. ഈ ടവലുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ടത് എപ്പോഴും ഈ ടവൽ ഉപയോഗിക്കുന്നത് ഈ സ്പോർട്സിൽ പങ്കെടുക്കുന്ന ആൾക്കാരായിരിക്കും. സ്പോർട്സിൽ ഇപ്പോൾ 1000 മീറ്റർ ഓട്ടം കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് വിയർത്തൊലിച്ചായിരിക്കും ഇവർ വരുന്നത്. അപ്പോൾ വിയർപ്പ് തുടയ്ക്കാനായിട്ട് ഇവർ എന്തായാലും ടവൽ ഉപയോഗിക്കും. പക്ഷേ ഫസ്റ്റിൽ ഓടി വരുന്ന ആൾ ടവലൊന്നും എടുക്കാൻ നിൽക്കില്ല. ഈ ഫസ്റ്റ് ഓടി വരുന്ന ആൾക്കാരുടെ ചുറ്റും കുറേയധികം ക്യാമറ ആൾക്കാരും അതേപോലെ തന്നെ ഇൻ്റർവ്യൂ എടുക്കാനും എല്ലാ ആൾക്കാർ വരും. അപ്പോൾ ഇവർ ടവൽ എടുക്കാനൊന്നും വരത്തില്ല. പക്ഷേ നമ്മുടെ ടവൽ എടുത്തു പോകുന്ന ആൾക്കാരായിരിക്കും പരാജയം സമ്മതിച്ച് ക്ഷീണിതനായി പോകുന്ന ആൾക്കാരായിരിക്കും. അത്രമാത്രം ആലോചിച്ചാൽ മതി നമുക്ക് ഒരു മാർക്ക് കിട്ടാൻ. അപ്പോൾ ഒരു ടവൽ വരെ നമുക്കൊരു മാർക്ക് കൊണ്ടുതരും എന്ന് ആലോചിക്കുക. ത്രോ ഇൻ ദ ടവൽ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ഡിഫീറ്റ്, പരാജയം സമ്മതിക്കുക. ഡിഫീറ്റ് എന്ന് പറഞ്ഞാൽ തോൽവി. ആക്സെപ്റ്റ് ഡിഫീറ്റ്, ഞാൻ പരാജിതനായി എന്ന് സമ്മതിക്കുന്നതാണ് ത്രോ ഇൻ ദ ടവൽ. അടുത്തത് ബീറ്റ് അറൗണ്ട് ദ ബുഷ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അവോയ്ഡ് കമ്മിങ് ടു ദ പോയിന്റ്, റൺ അവേ, റെഡ്യൂസ് ഫ്രം ദ ഫാക്ട്സ് ലൈക്ലി ടു ഹാപ്പൻ സൂൺ. ഇത് ഓർമ്മിക്കാനായിട്ട് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലേക്ക് പോകണം. സ്കൂൾ ക്ലാസ് അല്ലെങ്കിൽ കോളേജ് ക്ലാസ്സുകളിലേക്ക് പോവുക. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതി വയ്ക്കും. പക്ഷെ മെയിൻ പോയിന്റ് കാണില്ല. പക്ഷേ അവിടെയും ഇവിടെയും പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് എഴുതും. അതിനെ പറയുന്ന പേരാണ് ഒരു കാര്യം വളച്ചൊടിച്ച് അവതരിപ്പിക്കുക. അവോയ്ഡ് കമ്മിങ് ടു ദ പോയിന്റ്, മെയിൻ പോയിന്റ് പറയത്തില്ല, ബാക്കിയെല്ലാം വളച്ചു കെട്ടി സംസാരിക്കും. അങ്ങും ഇങ്ങും തൊടാതെ സംസാരിക്കുക എന്ന് പറയുന്നതാണ് ബീറ്റ് അറൗണ്ട് ദ ബുഷ്. അവോയ്ഡ് കമ്മിങ് ടു ദ പോയിന്റ്, മെയിൻ പോയിന്റിലേക്ക് വരാതെ അങ്ങും ഇങ്ങും തൊടാതെ സംസാരിക്കുന്നത് ബീറ്റ് അറൗണ്ട് ദ ബുഷ്. ഇനി മറക്കില്ലല്ലോ. അടുത്തത് ദ ലയൺസ് ഷെയർ. ലയൺ ഷെയറിൻ്റെ ഓപ്ഷനായിട്ട് ദ ബിഗ്ഗസ്റ്റ് പാർട്ട്, ദ സ്മോളസ്റ്റ് പാർട്ട്, ഈക്വൽ പാർട്സ്, ഗെറ്റ് നത്തിങ്, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ സിംഹഭാഗം എന്ന് പറഞ്ഞിട്ടൊരു മലയാളം വാക്ക് കേട്ടിട്ടുണ്ടോ? സിംഹഭാഗം എന്ന് പറഞ്ഞാൽ മെജോറിറ്റി, ഏറ്റവും കൂടുതൽ ഭാഗം. ബിഗ്ഗസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതാണ് സിംഹഭാഗം. ലയൺസ് ഷെയറിനെ ഇതുപോലെ തന്നെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു വെക്കുക. ദ ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാൽ സിംഹത്തിൻ്റെ ഷെയർ. ഈ സിംഹത്തിനൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ബിഗ്ഗസ്റ്റ് പാർട്ട് എന്ന ആൻസർ വരുന്നത്. വളരെ എളുപ്പമല്ലേ ഓർത്ത് വയ്ക്കാനായിട്ട്? ലയൺ ഷെയർ എന്ന് പറഞ്ഞാൽ ബിഗ്ഗസ്റ്റ് പാർട്ടാണ്. അടുത്തത് ബൈറ്റ് ദ ബുള്ളറ്റ്. ബൈറ്റ് ദ ബുള്ളറ്റിൻ്റെ ഓപ്ഷൻസ് ടു ഗെറ്റ് സമൺ ഡ്രങ്ക്, ടോക്കിംഗ് നോൺസെൻസ്, ഫൈറ്റ് വിത്ത് അതേഴ്സ്, ഫേസ് അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ. നമ്മൾ ഓൾറെഡി തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എ ബിറ്റർ പില്ലെന്ന് പറഞ്ഞാൽ ഗുളികയാണ്. അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതിനെയാണ് ബിറ്റർ പിൽ എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ മീനിങ് തന്നെയുള്ള അടുത്തൊരു ഇഡിയമാണ് ബൈറ്റ് ദ ബുള്ളറ്റ്. ബുള്ളറ്റൊക്കെ കടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അത് തന്നെയാണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ടു ഫേസ് ആൻ അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ. അടുത്തത് ബി ഓൺ ക്ലൗഡ് 9. ഓപ്ഷൻസ് വെരി ഹാപ്പി, വെരി സാഡ്, ഗോയിങ് ലോങ് ഡിസ്റ്റൻസ്, ഗോയിങ് ഷോർട്ട് ഡിസ്റ്റൻസ്. ഞാനൊരു ക്ലൂ തരാം. ഹെഡ് ഓവർ ഹീൽസ് എന്തായിരുന്നു? വെരി മച്ച് എക്സൈറ്റഡ്, വളരെയധികം സന്തോഷവാനായി എക്സൈറ്റഡ് ആയിരിക്കുന്ന അവസ്ഥയാണ് ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറയുന്നത്. ഇതേ മീനിങ് തന്നെയാണ് വെരി ഹാപ്പി എന്നുള്ള മീനിങ് തന്നെയാണ് ബി ഓൺ ക്ലൗഡ് 9. താഴെയൊന്നുമല്ല, ആകാശത്ത് ക്ലൗഡിനകത്ത് കയറിയിരിക്കുകയാണ്. വളരെയധികം ഹാപ്പി ആയിട്ട് ബി ഓൺ ക്ലൗഡ് 9 മീൻസ് വെരി 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 ഹാപ്പി. അടുത്തത് ബാക്ക് ടു സ്ക്വയർ 1. Options are to bring an issue, doing something wrong, to face problems, to go back to the beginning. വളരെ എളുപ്പമാണ് ഇത് ഓർമ്മിക്കാൻ. നമ്മളെല്ലാം പറയുന്ന ഒരു ശൈലിയാണ് ശങ്കരൻ വീണ്ടും തെങ്ങിന്മേ തന്നെ. കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞാൽ വീണ്ടും പഴയപടി തന്നെ, എന്തൊക്കെ ചെയ്താലും പഴയപടി തന്നെയാവും. ഒരു പുരോഗതിയും ഇല്ലാതെ ഇരിക്കുന്നതിനെയാണ് ബാക്ക് ടു സ്ക്വയർ 1 എന്ന് പറയുന്നത്. ടു ഗോ ബാക്ക് ടു ദി ബിഗിനിങ്, ആദ്യം തുടങ്ങിയെടുത്ത് തന്നെ എത്തിച്ചേരുക എന്നുള്ള മീനിങ് ആണ് ബാക്ക് ടു സ്ക്വയർ 1. ഇന്ന് പഠിച്ചതൊന്നുകൂടി നോക്കാം. വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്താണ്? നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ഡൂയിങ് എക്സെപ്ഷണലി വെൽ ആണെങ്കിൽ നമുക്ക് പൈസയൊക്കെ ഉണ്ടാക്കി ഫ്ലൈറ്റ് കയറി പോവാം. ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ബൈക്കാണ്. ബൈക്കിൻ്റെ ഹാൻഡിലാണ് അവിടുത്തെ കീവേഡ്. ഹാൻഡിൽ നിന്ന് കൈവിട്ടാൽ എല്ലാം തീർന്ന പോലെ തന്നെ നമുക്ക് ദേഷ്യം വന്നാൽ, നിയന്ത്രണം വിട്ട് ദേഷ്യം വരിക, അതാണ് ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ. ടു ബെൽ ദ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ടു ഫേസ് ദ റിസ്ക്.
എന്ത് റിസ്ക് ഉണ്ടെങ്കിലും അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ടു ബെൽ ദ ക്യാറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്താ? വെരി റെയർലി, വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു പ്രതിഭാസം. അടുത്തത് ത്രോ ഇൻ ദ ടവൽ മീൻസ് ആക്സെപ്റ്റ് ഡിഫീറ്റ്, പരാജയം സമ്മതിക്കുക. ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് കമ്മിങ് ടു ദ പോയിന്റ്, മെയിൻ പോയിന്റിലേക്ക് വരാതിരിക്കുക, വളച്ചു കെട്ടി പറയുക. ദ ലൈൻ ഷെയർ എന്ന് പറഞ്ഞാൽ സിംഹഭാഗം, ദ ബിഗ്ഗസ്റ്റ് പാർട്ട്. ബൈറ്റ് ദ ബുള്ളറ്റ്, ഫേസ് ആൻ അൺപ്ലസന്റ് സിറ്റുവേഷൻ. അടുത്തത് ബി ഓൺ ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷിച്ച് ക്ലൗഡിലോട്ട് തന്നെ പോവുക, ആകാശത്തോട് തന്നെ പോവുക. വെരി ഹാപ്പി, വളരെയധികം എക്സൈറ്റഡ് ആയി സന്തോഷിക്കുക. ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് പറഞ്ഞാൽ ശങ്കരൻ വീണ്ടും തെങ്ങിന്മേ തന്നെ. ടു ഗോ ബാക്ക് ടു ദ ബിഗിനിങ്, തുടക്കത്തിൽ തന്നെ എത്തിച്ചേരുക. ബാക്ക് ടു സ്ക്വയർ വൺ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. വളരെ എളുപ്പമുള്ള കുറച്ച് ഇഡിയംസ് ആണ്. വീണ്ടും വീണ്ടും പഠിച്ചു നോക്കാം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഇഡിയംസും കൂടി പഠിച്ചു. ഇത് പഠിക്കാത്തവർ അതുകൂടി പഠിക്കാൻ ശ്രമിക്കുക. ഇതേപോലെ എല്ലാ ഇഡിയംസും, ഇപ്പോൾ എല്ലാ ഇഡിയംസും എനിക്ക് ക്ലാസ്സിൽ പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ ഒരുപാട് എക്സാംസ് എഴുതിയിട്ടുണ്ടാവും. ഈ എക്സാംസിനകത്ത് കാണുന്ന എല്ലാ ഇഡിയംസിൻ്റെയും ഒരു കീവേഡ് എനിക്കത് ഓർമ്മിച്ച് വെക്കാനായിട്ട് ഒരു വേർഡായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ആ വേർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ക്ലൂ ഇട്ട് പഠിക്കുക, ഉറപ്പായിട്ടും ഓർമ്മ വരും. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്